വിശാല ഇസ്രായേൽ എന്ന ആശയത്തോട് തനിക്ക് വളരെയധികം യോജിപ്പാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ എതിർത്ത് 31 അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും അറബ് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. അറബ് ദേശീയ സുരക്ഷയ്ക്കും നിലവിലെ അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും നെതന്യാഹുവിന്റെ പ്രസ്താവന ഭീഷണിയാണെന്നാണ് അറബ് ലോകത്തിന്റെ പ്രസ്താവന പറയുന്നത്. വിശാല ഇസ്രായേൽ എന്നത് സയനിസ്റ്റ് സൈദ്ധാന്തിക ഫാന്റസിയോ തൽമൂദിന്റെ വികലമായ വ്യാഖ്യാനമോ അല്ല. ഇന്ന് ഫലസ്തീനിൽ നിങ്ങൾക്ക് അത് കാണാം. ഗസയിലും വെസ്റ്റ് ബാങ്കിലും സയനിസ്റ്റുകൾ ക്രൂരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ജെറുസലേമും അൽഖലീലും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. സിറിയയിലും ലെബനാനിലും അധിനിവേശം നടത്തുന്നു. ഈജിപ്ത് കിഴക്കൻ മെഡിറ്ററേനിയൻ സമുദ്രത്തോട് അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ പ്രദേശമായ ലെവന്ത്, മക്കയും മദീനയും ഉൾപ്പെടുന്ന ഹിജാസ് എന്നിവ പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പതിറ്റാണ്ടുകളായി സയനിസ്റ്റ് സ്ഥാപനങ്ങൾ പാരമ്പര്യമായി സ്വീകരിച്ച ജൂതവിശ്വാസത്തിന്റെ സത്ത വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. 1948 ഫലസ്തീനിൽ സ്ഥാപിച്ച ഇസ്രായേൽ എന്ന സംവിധാനത്തെ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങൾ അവർക്ക് മറച്ചുവെക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഫലസ്തീനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ അറബികൾ മൗനം പാലിക്കുമ്പോൾ സയനിസ്റ്റുകൾ മറ്റു പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് അവർ അവരുടെ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത്. ഇന്ന് നെതന്യാഹു അവ ധിക്കാരപൂർവ്വം പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലി ചാനലായ i24 നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി എന്ന് വിളിക്കപ്പെടുന്നയാൾ തന്റെ ദൗത്യത്തെ ആത്മീയവും ചരിത്രപരവുമായ ഒന്നായി വിശേഷിപ്പിച്ചു. രക്ഷകന്റെയും വീണ്ടെടുപ്പുകാരന്റെയും വേഷം ധരിച്ച് പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും മേലങ്കി ധരിച്ചു. വിശാല ഇസ്രായേൽ പദ്ധതി ഒരു സ്വപ്നമല്ല, മറിച്ച് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയും സിനായ് മുതൽ മക്ക മദീന വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യം വരയ്ക്കാൻ തലമുറകൾക്ക് സന്ദേശം നൽകുകയാണെന്ന് അയാൾ പറഞ്ഞു. നെതന്യാഹുവിന്റെ മണ്ടത്തരങ്ങളെന്ന് ചില ഹീബ്രു മാധ്യമങ്ങൾ പറഞ്ഞെങ്കിലും അത് ഒരു തീവ്രവാദ നേതാവിന്റെ വ്യക്തിഗത ദർശനമല്ല. ആഗ്രഹങ്ങൾക്കായി വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ജൂത സ്വത്വത്തിന്റെ പ്രത്യയശാസ്ത്ര അസ്തിത്വമാണ് ഇതെന്ന് ഈ പ്രസ്താവനയും ഇതിനു മുമ്പുള്ള പ്രസ്താവനകളും വെളിപ്പെടുത്തുന്നു. അവർക്കിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മിതവാദികളും തീവ്രവാദികളും ഉണ്ടെന്ന് കരുതുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അവർക്കെല്ലാവർക്കും സയനിസ്റ്റ് ഹൃദയമാണുള്ളത്. ഇന്നലെ മറച്ചുവെച്ച കാര്യം പരസ്യമാക്കുക മാത്രമാണ് നെതന്യാഹു ചെയ്തത്. ഇസ്രായേലി മന്ത്രി ബെസലേൽ സ്മോട്രിച്ച് മുമ്പ് വെളിപ്പെടുത്തിയതും നെതന്യാഹു ഇപ്പോൾ സമ്മതിച്ചതും ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്ന സയനിസ്റ്റുകളുടെ വിശ്വാസമാണ്. രോഗബാധിതമായ അറബ് സമൂഹത്തിലൂടെ ക്യാൻസർ പോലെ പടരുന്ന സയനിസ്റ്റ് പദ്ധതിയുടെ സത്തയാണത്. സയനിസ്റ്റ് പ്രസ്ഥാനം പാരമ്പര്യമായി സ്വീകരിച്ച കൊളോണിയൽ പദ്ധതിയുടെ തുടർച്ചയെ ഇത് രേഖപ്പെടുത്തുന്നു. തൗറാത്തിനെ അത് 2 ആയുധങ്ങളായി ഉപയോഗിക്കുന്നു. ചരിത്ര വസ്തുക്കളെ വളച്ചൊടിക്കുക, അധിനിവേശത്തിന് മറനീക്കുക എന്നിവയാണ് ആ 2 ആയുധങ്ങൾ. സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ തിയോഡോർ ഹെർസൽ ഇസ്രായേൽ നാട് നൈൽ നദിയിൽ ആരംഭിച്ച് യൂഫ്രട്ടീസിൽ അവസാനിക്കുന്നുവെന്ന് 1904 പ്രഖ്യാപിച്ചു. തൽമൂദ് ആശയങ്ങളെ വികലമായി വളച്ചൊടിച്ചായിരുന്നു ഈ ആശയം വികസിപ്പിച്ചത്. പ്രദേശത്തിന്റെ ചരിത്രപരമായ ഭൂമിശാസ്ത്രത്തെ അതൊരു പുരാണ ദിവ്യ വാഗ്ദാനത്തിലേക്ക് ചുരുക്കി. 1977 ലിക്കുഡ് പാർട്ടി ഇസ്രായേലിൽ അധികാരത്തിൽ വന്നപ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ പേര് യഹൂദിയ, ശമര്യ എന്നിങ്ങനെയാക്കി രാഷ്ട്രീയ പദ്ധതിക്ക് ആക്കം കൂട്ടി. സയനിസ്റ്റുകളുടെ ഈ നടപടി എല്ലാ അറബ് സംരംഭങ്ങളെയും ചർച്ചാ ശ്രമങ്ങളെയും വെല്ലുവിളിച്ചു. ഫലസ്തീനെ കീറിമുറിക്കുന്നതിനും ഫലസ്തീനികളുടെ അവകാശങ്ങൾ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിനുമുള്ള ഉപകരണമാക്കി വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റങ്ങൾ മാറി. സിറിയയിലെ ദമസ്കസും 6 അറബ് രാജ്യങ്ങളുടെ ഭൂമിയും ഇസ്രായേലിന്റെ ഭാഗമാണെന്ന് 2016 പ്രഖ്യാപിച്ച ബെസലേൽ സ്മോട്രിച്ചിനെ പോലുള്ള പ്രമുഖ മത സയനിസ്റ്റുകളുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ ഇന്ന് നെതന്യാഹു ഈ സാഹചര്യം പുനരുജ്ജീവിപ്പിക്കുന്നു. ജോർദാൻ പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭാഗമായ ഒരു ഭൂപടം 2023 പാരീസിൽ പ്രദർശിപ്പിച്ചു. ഇതൊന്നും വെറും വാചാടോപമല്ല. വിശാല ഇസ്രായേലിന്റെ ഭൂപടമുള്ള ചിത്രം കയ്യിൽ പതിച്ച ഒരു ഇസ്രായേലി സൈനികൻ ഗസയിൽ നിൽക്കുന്ന ചിത്രം 2024 ജൂണിൽ പുറത്തു വന്നു. ഇസ്രായേലിന്റെ വ്യാപനം സൈദ്ധാന്തികമായ ഒന്നല്ലെന്നും ക്രൂരമായി നടപ്പാക്കുന്ന യാഥാർത്ഥ്യമാണെന്നും ആ ചിത്രം കാണിച്ചു. ഗസയോ വെസ്റ്റ് ബാങ്കോ മാത്രമല്ല, ലെവന്തും ഹിജാസും കിഴക്ക് ഇറാഖും പടിഞ്ഞാറ് ഈജിപ്ത് വരെയുള്ള പ്രദേശങ്ങളും ആ ചിത്രത്തിലുണ്ടായിരുന്നു. ഫലസ്തീൻ്റെ ചരിത്രപരമായ അതിർത്തികളിൽ ഒതുങ്ങാതെ അത് അറബ് ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ശൂന്യതയും മുൻകരുതൽ ഇല്ലായ്മയും മുതലെടുക്കാൻ സിറിയ, ലെബനാൻ, സിനായ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഏകദേശം 2 വർഷമായി ഗസയിൽ വംശഹത്യ നടത്തുമ്പോഴും ഇസ്രായേലി സൈന്യം തെക്കൻ സിറിയയിൽ കയറിയിരിക്കുന്നു.
സിറിയൻ പ്രദേശത്ത് അവർ ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്തുകയും ഹിസ്ബുള്ളക്കെതിരെ പോരാടുക എന്ന വ്യാജേന ലെബനാനെതിരെ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഫലസ്തീനിലും ലെബനാനിലും സിറിയയിലും മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഇല്ലാത്ത ഒരു ഘട്ടമുണ്ടാക്കി കിഴക്കോട്ട് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് നെതന്യാഹു തയ്യാറെടുക്കുകയാണെന്ന് ഹീബ്രു പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വ്യാപനാഭിലാഷങ്ങളുടെയും പദ്ധതിയുടെയും വികാസത്തിന് ഈജിപ്താണ് പ്രധാന ഭീഷണിയെന്ന് സയനിസ്റ്റുകൾ കരുതുന്നു. ഈജിപ്തിന്റെ ദേശീയ സുരക്ഷയുടെ ആദ്യ പ്രതിരോധ നിരയാണ് ഗസയെന്നും അവിടെ പരാജയപ്പെട്ടാൽ സയനിസ്റ്റുകൾ സിനായ് ലക്ഷ്യമിട്ടേക്കാമെന്നും രാഷ്ട്രീയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊരു ഊഹാപോഹമല്ല. മക്ക, മദീന, സീനായ് പർവ്വതം എന്നിവ കൈവശപ്പെടുത്തുകയും ഈ സ്ഥലങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥനായ അവി ലിബ്കിനെ പോലുള്ളവർ 2024 തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യയശാസ്ത്രപരമായ ഫാന്റസികളെ ഭൂമിയിലെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന സയനിസ്റ്റ് പദ്ധതികൾക്കുള്ള പാശ്ചാത്യരുടെ പരിധിയില്ലാത്ത പിന്തുണയെയും കാണാതിരിക്കാനാവില്ല. പതിറ്റാണ്ടുകളായി എല്ലാ വർഷവും US മാത്രം ഇസ്രായേലിന് 380 കോടിയുടെ US ഡോളറിന് തുല്യമായ തുകയുടെ സൈനിക സഹായം നൽകുന്നു. ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ കണ്ണടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായി സഹകരിക്കുകയും ചെയ്യുന്നു. മാനുഷിക പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ജനകീയ സമ്മർദ്ദം ലഘൂകരിക്കാനും ഫലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളെ അപൂർവമായി അപലപിക്കാറുണ്ടെങ്കിൽ പോലും പാശ്ചാത്യർ ഇസ്രായേലിന് ആയുധങ്ങളും മറ്റും സുലഭമായി നൽകുന്നു. ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള ശേഷിയില്ലെന്നും പാശ്ചാത്യ പിന്തുണയിലാണ് അവർ നിലനിൽക്കുന്നതെന്നുമാണ് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം പറയുന്നത്. അതായത് വിശാല ഇസ്രായേൽ രൂപീകരണ പദ്ധതി ഒരു ഇസ്രായേലി പദ്ധതി മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര തീരുമാനമാണ്. ഇസ്രായേലിന് ഭൗതിക പിന്തുണ നൽകുന്നതിൽ മാത്രം പാശ്ചാത്യ ലോകം തൃപ്തരല്ല. ഫലസ്തീൻ ലക്ഷ്യത്തെ അരികുവൽക്കരിക്കുന്ന എബ്രഹാം ഉടമ്പടിയിലൂടെ അവർ സയനിസ്റ്റ് പദ്ധതിയെ നിയമവിധേയമാക്കുകയാണ് ചെയ്യുന്നത്. നെതന്യാഹു തന്റെ വ്യാപനാഭിലാഷങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ തങ്ങളുടെ അതിർത്തികൾ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ടും ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കുന്നത് തുടരുന്നു. സുരക്ഷയും സ്ഥിരതയും എന്ന മിഥ്യാധാരണക്കായി സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ അവർ ബലികഴിക്കുകയാണ്. US നിർമ്മിത ബോംബുകളാൽ ഗസ കത്തിയെരിയുമ്പോൾ, സയനിസ്റ്റുകൾ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുമ്പോൾ, ജെറുസലേമിനെ ഒറ്റപ്പെടുത്തുമ്പോൾ, അൽ ഖലീലിലെ ഇബ്രാഹിമി പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇസ്രായേലി വ്യാപനത്തിന് അറബ് ഭൂപടങ്ങൾ മാറ്റിവരച്ച് കയ്യേറ്റം തുടരുമ്പോൾ അറബ് നിലപാട് നിരാശാജനകമായി തുടരുകയാണ്. സിറിയയും ലെബനാനും പോലെ ചില രാജ്യങ്ങൾ പ്രതീകാത്മക പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിൽ സംതൃപ്തരാണ്. അതേസമയം ചില രാജ്യങ്ങൾ വഞ്ചനാപരവും അട്ടിമറി സ്വഭാവവുമുള്ള പാതയിലൂടെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇത് അറബ് ഇസ്രായേൽ സംഘർഷത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മാത്രമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിന്റെയും അറബ് അതിജീവനത്തിന്റെ ആവശ്യകതകളുടെയും അടിത്തറയെ പോലും ലംഘിക്കുന്നു. അടിസ്ഥാന ചോദ്യം, സിനായ് പ്രദേശത്തെ വാഗ്ദത്ത ഭൂമിയുടെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടവുമായി ഈജിപ്തിന് എങ്ങനെ സാധാരണ ബന്ധമുണ്ടാക്കാൻ സാധിക്കും? എല്ലാ ദിവസവും ശത്രുത ഉറപ്പിക്കുന്ന ശത്രുവുമായി അവർക്ക് എങ്ങനെ കരാറുകളിൽ ഏർപ്പെടാൻ കഴിയും? ദുരന്തം 1948 അവസാനിച്ചില്ല. അത് ഇന്നും അതിൻ്റെ ഏറ്റവും മോശം രൂപത്തിലും പ്രകടനങ്ങളിലും തുടരുന്നു. മുമ്പ് സംഭവിച്ചതും ഇന്ന് സംഭവിച്ചതും എല്ലാം മുന്നിലുണ്ടായിട്ടും ഗസയിലെ അധിനിവേശത്തോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരാളും വലിയ മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ 2 മാർഗങ്ങൾ മാത്രമാണുള്ളത്. മുൻഗണനകൾ പുനഃക്രമീകരിച്ച് സയനിസ്റ്റ് വിപുലീകരണ പദ്ധതിയുമായുള്ള ഏറ്റുമുട്ടലിന്റെ മുൻപന്തിയിൽ ഫലസ്തീൻ ലക്ഷ്യത്തെ സ്ഥാപിക്കുക. അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ 2 മാർഗങ്ങൾ മാത്രമാണുള്ളത്. മുൻഗണനകൾ പുനഃക്രമീകരിച്ച് സയനിസ്റ്റ് വിപുലീകരണ പദ്ധതിയുമായുള്ള ഏറ്റുമുട്ടലിന്റെ മുൻപന്തിയിൽ ഫലസ്തീൻ ലക്ഷ്യത്തെ സ്ഥാപിക്കുക. അതല്ലെങ്കിൽ സിനായ്, മക്ക അല്ലെങ്കിൽ ബാഗ്ദാദ് എന്നിവ അടുത്ത ലക്ഷ്യവും പദ്ധതിയുടെ ഭാഗമാകുന്നതുവരെയും കാത്തിരിക്കുക.